അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഐഡിയയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബോഗൻവില്ല ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ 4 കളർ എങ്ങനെ പിടിപ്പിക്കാം എന്നാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബോട്ടിലും പിന്നെ ഒരു ജ്യൂസിൻ്റെ 4 ബോട്ടിൽസുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം ബോട്ടിൽസ് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇതുപോലെ 2 പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റേ പീസും അതിന് മൂടി വരുന്ന പീസും നമ്മൾ കളയുന്നില്ല കേട്ടോ. അത് വെച്ചിട്ടുള്ള ഐഡിയയും ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടി നല്ല ഡ്രെയിനേജ് ഹോളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തെർമോക്കോളിൻ്റെ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വെള്ളം നന്നായിട്ട് വാർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ കരിയിലകൾ നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബോട്ടിലിൻ്റെ പകുതിയോളം കരിയില നിറച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി കുത്തി നിറക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ മണ്ണ് കുറവായത് കാരണമാണ് ഇങ്ങനെ കരിയില ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ നന്നായിട്ട് ചെടികൾക്ക് നല്ല വേരോട്ടം കിട്ടാനും നല്ല ഈർപ്പം കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കരിയിലയിൽ പിന്നെ നമ്മുടെ ബോഗൻവില്ലയുടെ കമ്പ് പിടിക്കുമോ എന്നൊക്കെ സംശയം ഉണ്ടാവും. അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഇനി നന്നായിട്ട് ചുമന്ന മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കമ്പ് കുത്തി വെക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കണേ. ഇനി നമുക്ക് എൻ്റെ കയ്യിലുള്ള നല്ല സൂപ്പറായിട്ടുള്ള ബോഗൻവില്ല കമ്പുകൾ എടുക്കാം. ഒരു മജന്ത, ഒരു ഓറഞ്ച്, ഒരു വെള്ള, പിന്നെ ഒരു മഞ്ഞ കളറ് ബോഗൻവില്ല. ഇതുപോലെ 4 കളറാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനിയും വേറെ കളേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് 4 കളർ എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് നല്ല മൂത്ത കൊമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിവശം നമുക്ക് ഇതേപോലെ ചെത്തി കൊടുക്കണം. അതിൻ്റെ മുള്ളൊക്കെ നമുക്ക് അടിയിലത്തെ ആ മുള്ളൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ബോഗൻവില്ലൊക്കെ നല്ല മുള്ളുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. എന്നിട്ട് ഇതിൻ്റെ അടിവശം ഇതുപോലെ ചെത്തി കൊടുക്കുക. നന്നായിട്ട് വേര് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത്. അപ്പോൾ ഈ സൂത്രം പറഞ്ഞത് എൻ്റെ ഉമ്മയാണ്. ഇനി നമുക്ക് ആ 4 കമ്പ് ഇതേപോലെ ആക്കിയിട്ട് 4 കമ്പും നമ്മുടെ ബോട്ടിൽ ഇതേപോലെ കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് 4 കമ്പും കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ടുള്ള ഒരു കവറിങ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വേര് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനനുസരിച്ചുള്ള മണ്ണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇതുപോലത്തെ ജ്യൂസിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഇതുപോലത്തെ ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല. ഞാനിത് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മൂടി ഭാഗം ഇങ്ങനെ അഴിച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ഈ കമ്പിൽക്ക് ഇതിങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുക്കുക. ഇത് ഒറ്റ കവർ കൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. ഒറ്റ കവറിങ്ങിൽ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇത് എല്ലാം കൂടി ഒരുമിച്ച് മൂടി വെക്കാം. പക്ഷെ ഞാനങ്ങനെ ചെയ്യണില്ല കേട്ടോ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ബോട്ടിൽസ് വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ 4 ബോട്ടിൽസ് വെച്ചിട്ടുണ്ട്. ഇതൊരു മിനി പോളി ഹൗസ് മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്ത് കേട്ടോ. കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്തിനാണ് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കമിഴ്ത്തി വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഈ കമ്പ് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കമിഴ്ത്തി വെച്ചിട്ടുള്ളത്. ഇനി ഞാനതിനെ ഒരു റെസ്റ്റിംഗ് പ്ലേസിലേക്ക് മാറ്റുകയാണ്. എന്തെന്ന് വെച്ചാൽ അത് അനങ്ങാതിരിക്കണം. കാക്കകളൊന്നും വന്ന് ശല്യപ്പെടുത്താതെയും പിന്നെ നമ്മുടെ ആൾപ്പെരുമാറ്റം കൊണ്ടൊന്നും അത് അനങ്ങാതിരിക്കണം. എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ കമ്പ് പിടിച്ചിട്ടുള്ളൂ. ഞാൻ അതേപോലെ 2 കമ്പ് ഒരുമിച്ച് കുത്തി കൊടുത്തത് ഇതേപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. 2നും ഇലകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇതേ മെത്തേഡിൽ തന്നെയാണ് ഇതും ചെയ്തത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ഐഡിയ? ഇതേപോലെ പിടിപ്പിച്ച് നോക്കിട്ടോ. ഞാൻ ഇതേപോലെയാണ് കമ്പ് പിടിപ്പിക്കൽ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ വായ്ഭാഗം നമ്മൾ മുറിച്ച് മാറ്റിയല്ലോ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് പിന്നെ നന്നായിട്ട് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു ഐഡിയക്ക് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ ഞാൻ വേറൊരു മോഡലാക്കാൻ പോവുകയാണേ. നമ്മളിതൊരു ഹാങ്ങിങ് പോട്ട്സ് ആക്കി മാറ്റുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 4 കയർ 4 സൈഡിലും കൂടിയിട്ട് ഒരു കയർ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊരു തൂക്കുചട്ടി പോലെ ആക്കിയെടുത്തിട്ട് അതിൽ അത്യാവശ്യത്തിന് കമ്പോസ്റ്റും മണ്ണൊക്കെ ചേർത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് 4 കയറും കൂടിയിട്ട് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് നമ്മളിതിൽ നടാൻ പോകുന്ന ചെടി ഏതാണെന്ന് കാണണ്ടേ.
ഇപ്പോൾ ഇത് നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഹാങ്ങിങ് പോട്ട്സ് ആയിട്ട് കിട്ടിയില്ലേ. അപ്പോൾ ഇതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിത് അതിൽ കുത്തി കൊടുക്കുന്ന ചെടി നമ്മുടെ 10 മണിയാണ് കേട്ടോ. ഇത് 10 മണി തന്നെ അല്ല, ഇതൊരു 9 മണി എന്നൊക്കെ പറയേണ്ടി വരും. ആ സമയമാകുമ്പോഴത്തേനും ഈ പൂക്കളൊക്കെ വിരിയുന്നുണ്ട്. ടേബിൾ റോസാണിത്. റോസ് കളറും അതുപോലെ മഞ്ഞ കളറും ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. അങ്ങനെ ആ ഒരു ഹാങ്ങിങ് പോട്ട്സും ഞാനിതാ ഇവിടെ തൂക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വർക്കാണോ ഇഷ്ടപ്പെട്ടത് അതോ നേരത്തെ ചെയ്ത നമ്മുടെ ബോഗൺവില്ലയുടെ വർക്കാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ഐഡിയകളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ അതൊക്കെ ഇരുന്ന് കാണണം കേട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. വീഡിയോക്ക് ലൈക്കും തരണേ. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാ അല്ലാ. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.